ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ ആമീനെ അംഗനവാടിയിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ അവൾക്ക് ഞാൻ പുതിയൊരു ബാഗൊക്കെ മേടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ബാഗ്. കാരണം എനിക്ക് ഇങ്ങനത്തെ ബാഗ് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇങ്ങനത്തെ ബാഗിൻ്റെ അച്ഛനൊന്നും മേടിച്ച് തന്നിട്ടില്ല. എപ്പോഴും ഞങ്ങൾക്ക് സ്കൂബിയുടെ ബാഗായിരുന്നു മേടിക്കേണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി പറയുകയാണ് ഇങ്ങനത്തെ ബാഗൊക്കെ പണ്ടിടാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ബാഗ് ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ബാഗ് കണ്ടപ്പോൾ ഞാൻ ആമിക്ക് ഈ ബാഗാണ് മേടിച്ചു കൊടുത്തത്. മാത്രമല്ല അതിൻ്റെ കൂടെ ചെറിയൊരു സ്നാക്കൊക്കെ ആക്കാനായിട്ടുള്ളൊരു പാത്രം കൂടി മേടിച്ചു. പിന്നെ കുപ്പി മേടിച്ചില്ല, ഞാനിനി ഒരു കുപ്പിയും കൂടി മേടിക്കണം. അവൾക്ക് ആ ബാഗ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവളത് കുറേ നേരം അത് ഊരി വയ്ക്കാതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കാൻ. പിന്നെ ഞാൻ അവൾ കാണാതെയാണ് ആ ബാഗ് എടുത്ത് വെച്ചത്. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ കുളിച്ചൊരുങ്ങി ബാഗൊക്കെ ഇട്ട് ഇങ്ങനെ അംഗനവാടിക്ക് നടക്കുകയാണ്. പോണ വഴിക്കൊന്നും വീണ അവൾ. പിന്നെ കുഴപ്പമില്ല, അവൾ അവിടെ നിന്ന് ഒറ്റയ്ക്ക് തന്നെ നടന്നുകൊണ്ടെന്ന് പറഞ്ഞ് ഒറ്റയ്ക്കൊക്കെ നടന്നു പോയി. അങ്ങനെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊരു ബലൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ചില കുട്ടികളൊക്കെ അത് പൊട്ടിപ്പോയി. പിന്നെ അവൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കളർ പെൻസിലും പിന്നെ കളർ ചെയ്യാനുള്ള ഒരു ബുക്കും പിന്നെ ചെറിയൊരു കപ്പ് കേട്ടോ, സ്റ്റീലിൻ്റെ ചെറിയൊരു കപ്പ്, ചായ കുടിക്കാനും പാല് കുടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ മിഠായി ലഡ്ഡൊക്കെ കിട്ടി. അവസാനം വീട്ടിൽ വന്നപ്പോൾ അവസ്ഥയാണിത്. കുട്ടീനെ അംഗനവാടിക്ക് വിടണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇരുന്ന് കരയാണ്, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അംഗനവാടി വിട്ട് വീട്ടിലേക്ക് പോണ കരച്ചിലാണ് കേട്ടോ നിങ്ങൾ കാണണേ. വീട്ടിലെത്തിയപ്പോൾ അത് അച്ഛമ്മ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അവളെ. പിന്നെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു കേട്ടോ. കുറേ നാളായി ബിരിയാണി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. വീട്ടിൽ ബിരിയാണി മേടിക്കാറുണ്ട്, പക്ഷേ ഞാനും എൻ്റെ അനിയത്തിയും പിന്നെ വേറൊരു കുട്ടിയും കൂടിയുണ്ട്, വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ്. അവളും കൂടിയിട്ട് ബിരിയാണി വാങ്ങണമെന്ന് ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇന്നത് വാങ്ങി കഴിച്ചു. പിന്നെ ആമിക്കും കുറച്ച് ബിരിയാണി കൊടുത്തു. ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തി. ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ഒന്ന് ഡീസൻ്റായിട്ട് ഇരുന്നാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.